Hey everyone, Assalamualaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് അത്താഴത്തിന് എന്താണ് നമ്മൾ കഴിക്കാൻ പോണേ? സോനു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മുട്ട കഴിക്കാം. നോക്കട്ടെ, എഗ് ഉണ്ടാവുന്നു ഫ്രിഡ്ജിൽ. കൻ പ്ലീസ് ഓക്കെ ബേബി പ്രോട്ടീൻ കുടിക്കണ്ട, അപ്പോൾ ഡിസ്റ്റർബ് ആക്കണം. നമുക്ക് 4 എഗ് ഉണ്ട്. സോനെ വിളിച്ചാ ഓക്കെ. മുട്ട കഴിക്കാം. സോനു വന്നു ബേസ് വേണ്ട, നീ അല്ലേ ഇന്നലെ പറഞ്ഞ കഴിക്കാന്ന്. നീ കഴിച്ചില്ല, ഞാൻ കഴിക്കൂല. വേണ്ടല്ലേ, വയ്യ ഇതാ വെച്ചോന്ന്. സോനു വേണ്ട ഗൈസ്, അപ്പൊ എനിക്കും വേണ്ട. അപ്പോ എന്ത് കഴിക്കും? ഡ്രിങ്ക് നമ്മുടെ തീരും. നിങ്ങൾക്ക് എന്തെങ്കിലും ജ്യൂസ് വേണോ? സോ ഡേറ്റ്സ് നോക്കിയാൽ ഞാൻ ആ 2 ബോക്സിലാക്കി. മറ്റേത് ഉറുമ്പ് വരാൻ തുടങ്ങി, അപ്പൊ മറ്റേ ബോക്സിലാക്കി. അല്ല, അവർ തന്ന കാർഡ്ബോർഡ് ബോക്സിൽ ഉറുമ്പ് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ബോക്സ് കാണിച്ചു. ഓക്കെ അല്ലേ? എനിക്കിഷ്ടമല്ല അങ്ങനെ ബാക്കിലോട്ട് ഇടുന്നറിയിട്ടോ. അപ്പൊ നമുക്ക് ആദ്യം അവിടെ ഇരുന്നിട്ട് ലെറ്റ്സ് ഡിസൈഡ് വാട്ട് ടു ഈറ്റ് ആൻഡ് വാട്ട് നോട്ട് ടു ഈറ്റ്. ഞാൻ കുറച്ച് നട്ട്സ് ഒക്കെ കഴിക്കാന്ന് വിചാരിക്കുന്നു. മൈ ഗോഡ്, വാട്ട് ഈസ് ദിസ് സോനു? ദിസ് ഈസ് വാട്ട്? വേണോ? ഇടാത്തുണ്ട് ഇല്ലല്ലോ. ഞാൻ കുടിച്ചിരുന്നല്ലേ. കഴിച്ചു ബേബി എന്ത് കുടിക്കുക? രണ്ടെണ്ണം നല്ല അടിക്കണ്ട കേട്ടോ. ഞാനും എന്തെങ്കിലും പോയി കുടിക്കട്ടെ കഴിച്ചു. ഇല്ലെങ്കിൽ ഇവരെ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ടൈം 4:20 ആയി. വിതിൻ 5 o'clock നമുക്ക് കഴിച്ചിരിക്കണം. വി ഹാവ് ലാവിഷ് ടൈം അല്ലേ? നമുക്ക് തീർക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടെ വാട്ടർമെലൺ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അത് കട്ടാക്കി എടുത്ത്. പിന്നെ ഇന്നലെ വലിയ ആളെ പോലെ ഞാനൊരു ആപ്പിൾ കട്ട് ചെയ്ത് വെച്ച ഫ്രിഡ്ജിൽ കണ്ടപ്പോൾ ആരെങ്കിലും കഴിച്ചോട്ടെ പാവങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ആപ്പിൾ ആരെങ്കിലും തൊടോ? ഇല്ല. പറ്റൂല ആപ്പിൾ കഴിക്കാം. ഫോണാണെങ്കിൽ ഇവിടെ ഇരിക്കുക ഉറക്കം വന്നിട്ട്. നമ്മൾ ഇന്നലെ എത്ര 2 മണി കഴിഞ്ഞ്. നീ പിന്നെ ഉണ്ടായിരുന്ന ഇവിടെ? നമ്മൾ ഫുൾ ചില്ലാക്കണായിരുന്നു പുറത്തിരുന്നിട്ട്, പാട്ടൊക്കെ പാടിക്കൊണ്ട് നല്ല വൈബിലായിരുന്നു നമ്മൾ. അത് കഴിഞ്ഞ് 2 o'clock കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുമ്പോൾ. വീണ്ടും 4 o'clock കഴിഞ്ഞിട്ട്. അതാണ് നമ്മൾ എല്ലാവരും നോമ്പിൽ ഒരു 8, 9 മണി 10 മണിക്കുള്ളിൽ ഉറങ്ങും തോന്നും. നമ്മളങ്ങനെയല്ല, നോമ്പിൽ ലേറ്റ്. എന്ത് പറ്റി സോനക്ക്? കണ്ടില്ല, തിന്നാൻ പോലും വയ്യ. എത്ര ഉറക്കപ്പിച്ചാണെങ്കിൽ സോന കുമ്മട്ടി കാണുമ്പോൾ ഉറങ്ങിയിട്ടെങ്കിലും കഴിച്ചോളൂ അല്ലെ സോറ്? കഴിച്ചോ. പിന്നെ ഇന്നലെ നോമ്പ് തുറക്കുമ്പോൾ എല്ലാരെ പോലെ വിതൗട്ടൊക്കെ ഗ്രേപ്സിൻ്റെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ബേബി കുടിച്ചു, ഞാൻ കുടിച്ചിട്ടില്ല. ഇന്നലെ നോമ്പ് തുറക്കുമ്പോൾ യു ഡോണ്ട് നോ അബൌട്ട് അവക്കാഡോ ടോസ്റ്റ് ആൻഡ് ഓൾ. എന്താ പറഞ്ഞേ? മുറിക്കായിരുന്നല്ലോ. ഷേക്ക് അടിക്കാമല്ലോ ഇന്ന്. അങ്ങനെ പച്ചക്ക് കഴിക്കോ ബേബി? കഴിക്കും. ബ്രെഡിലൊക്കെ ടോസ്റ്റ് ആക്കി കഴിക്കാറാണ്. നിങ്ങൾക്ക് വേണോ? മുറിച്ച് തരണോ? അങ്ങനെ കഴിക്കും. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കണ്ടിട്ടില്ലേ? ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കണ്ടിട്ടില്ലേ ബേബി? ബ്രെഡ് ടോസ്റ്റ് ആക്കി കഴിക്കണം. ബേബി ആപ്പിൾ കഴിക്കാൻ ബേബി ആപ്പിൾ കഴിക്കാൻ പറ്റൂല ബേബി. പുളിപ്പ് ഭയങ്കര. ഇനി ആപ്പിൾ മേടിക്കണ്ട കേട്ടോ. ഇങ്ങനെ കാണിച്ചും പുളിപ്പോയിട്ട് കഴിക്കാൻ പറ്റില്ല. കാണിച്ചു
ഒരുമിക്കൊണ്ട് കുമ്മട്ടി കഴിക്കുന്ന സോൺ. എനിക്കിന്ന് കുഴപ്പമില്ല, ഐ എം ഫീലിംഗ് ഫ്രഷ്. അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനത്തെ സോണയുടെ ഒരു മൂഡ് എനിക്ക് ഉണ്ടാവും ചില ടൈമിൽ. അന്ന് ഞാൻ ക്യാമറ തന്നെ ഓൺ ആക്കൂല, ബിക്കോസ് ഐ കാൻ സ്പീക്ക്. അപ്പോൾ എങ്ങനെ പോയി കഴിച്ച് ഉറങ്ങാമോ? ഐ ഫീലിംഗ് ഗുഡ് ആൻഡ് ഫ്രഷ്. വരുമ്പോഴായിട്ടുള്ള മാംഗോ ജ്യൂസ് കഴിച്ചിട്ടുണ്ട്. ഗ്യാസ് സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ്. ഇഫ്താർ നമ്മൾ കഴിച്ചിട്ട് അത്രേ ഉള്ളൂ. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കും. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് കഴിഞ്ഞ് കാണാം ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കും. ശനിയാഴ്ച അല്ലേ, ശനിയാഴ്ച ക്ലാസ് ഇല്ലാത്ത കാരണം എക്സാം ഒന്നും ഇല്ലാത്ത കാരണം സുനു റെസ്റ്റ് എടുത്ത് തുടങ്ങാന്ന് വിചാരിച്ചു. എക്സാമിന്റെ ഡേ എണീറ്റ് തേങ്ങ കഴിച്ച് പഠിച്ചിട്ട് അപ്പോഴാണ് നമ്മൾ ബ്ലോഗിങ്. ഞാൻ ഇതിന് മുമ്പത്തെ പ്രോബ്ലം കാണിച്ചിട്ടുണ്ട് എനിക്കുന്നത്. സോ we can't force them to get up because പിള്ളേരാണ് വർക്കൊക്കെ ബ്രേക്ക് ആയാൽ പറ്റില്ല. ഇപ്പൊ 7:30 എണീക്കണം, വീണ്ടും പോണം. 2 മണി അതുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്നോളൂ. 2 മണിക്ക് എന്നിട്ട് പിന്നെ അങ്ങനെ മുമ്പ് സാധനം പറ്റൂല. ഓക്കെ, നമുക്ക് ഇതൊക്കെ കഴിച്ച് ഫിനിഷ് ആക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം അല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പൊ കുറച്ച് കഴിഞ്ഞ് തന്നെ നമുക്ക് കാണാം. ഓക്കെ, ഞാൻ പറയാൻ പോയത് നന്നായിട്ട് കഴിക്കൂ, ഈറ്റ് ഹെൽത്തി. അത്താഴത്തിനൊക്കെ നല്ല രീതിയിൽ കഴിച്ചിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. ഓക്കെ, അത് ചൂടാണ്, എന്നെ മൊത്തം തൊടരുത് ഗൈസ്. ആൻഡ് വേണം, ബ്രെഡ് വേണോ മുത്തിന്, ബ്രെഡ് വേണോ ഗൈസ്. നമ്മൾ എണീറ്റ് കുറെ നേരമായി. ഞാൻ എപ്പോഴും ഫുഡൊക്കെ കൊടുത്ത് അവിടെ ഇരിക്കണായിരുന്നു. ഇന്ന് എന്ത് ചെയ്യണം എന്ന് ഉള്ളൊരു ബോധ ലക്ഷ്യമില്ലാണ്ട് വെറുതെ ഇരിക്കണായിരുന്നു ഗൈസ്. അപ്പൊ ഇന്ന് നമുക്ക് ചിക്കൻ സമോസ ചെയ്യാം. പിന്നെ സൈഗു പറഞ്ഞു അവന് കായ്പോള വേണോന്ന്, സോ അതും ചെയ്യണ്ടേ. സമോസത്തിന്റെ റെസിപ്പി ഒന്ന് കാണിക്കോളാം, ബിക്കോസ് യു ഗൈസ് നോ ഹൗ ടു പ്രിപ്പയർ സമോസ റൈറ്റ്. അപ്പോൾ ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിലൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യും, അനിയൻസ് ഒക്കെ സോട്ട് ചെയ്ത് ഗ്രീൻ ചില്ലി ഇടും, കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, വേപ്പില അങ്ങനെയൊക്കെ ഇട്ട്, പിന്നെ കുറച്ച് മസാല, ചിക്കൻ മസാല, മുളക് പൊടി, അങ്ങനെയൊക്കെ എന്തൊക്കെ മസാല ഉണ്ട് അതൊക്കെ ഇച്ചിരി സോട്ട് ചെയ്തിട്ട്, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതിൽ കുറച്ച് ഇങ്ങനെ എടുത്ത് ഷ്രെഡഡ് ആയിട്ട് അതിലിട്ടിട്ട് ചെയ്യലാണ്. നമുക്ക് പല ടൈപ്പും ചെയ്യാം. നമുക്ക് ചീസ് വെച്ച് ചെയ്യാം, നമുക്ക് ചീസ് ഇല്ലാതെ ചെയ്യാം. കളിച്ചൂടെ കുഞ്ഞി പോയിട്ട്? ഇന്ന് കുഞ്ഞിക്ക് മേത്ത് കയറിയിരിക്കണം. എന്റെ കുഞ്ഞിക്കിന്ന് മേത്ത് കയറിയിരിക്കണം, എന്റെ പറ്റി മേത്ത് കയറിയിരിക്കണം. അപ്പൊ ഞാൻ ഓൾറെഡി കട്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസ്. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാം. സോന് ഓൾറെഡി അവക്കാഡോ ഷേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ബിസി ആയിരുന്നു. ഞാൻ എപ്പോനെ ഫുഡ് കൊടുക്കാൻ തന്നെ വേണമല്ലോ 1.5 മണിക്കൂർ. അപ്പോൾ ഐ വാസ് ഗിവിങ് ഹിം ദോശ എന്നോൾ. ദോശ ഇഷ്ടമാണല്ലോ. അപ്പോൾ അത്താഴത്തിന് എണീച്ചിട്ട് പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടില്ല. ബേബിനും ഉറങ്ങിയിട്ടില്ല. ബേബി ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല. സ്ലീപ്പ് പ്രോപ്പർ. പിന്നെ കുറച്ച് നേരം അറിയും, പിന്നെ എണീറ്റു. പിന്നെ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ്സ് ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേബിയാണ് അത് ചെയ്യാൻ. ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് പുതിയ ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ബേബിയുടെ കയ്യില്. പക്ഷെ ബേബിയാണ് അത് പാക്ക് ചെയ്യണത്. പാക്ക് ചെയ്യും, ബേബി അഡ്രസ് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യും. പക്ഷെ പല ആൾക്കാരും വെറുതെ ഒക്കെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് അയക്കണ്ടെന്നാ ബേബി പറഞ്ഞ. ബേബി അങ്ങനെയുള്ള ആൾക്കാർക്ക് സെൻഡ് ചെയ്യൂല. നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങൾ വിന്നർ ആയതിന്റെ സ്ക്രീൻഷോട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ഏത് ഇതിലാണോ കമന്റ് ഇട്ട് അതിൽ തന്നെ മെയിൽ ചെയ്യണം നിങ്ങൾ. പിന്നെ പ്രോപ്പറായിട്ട് ആ മെയിലിൽ തന്നെ നിങ്ങളെ നെയിം, ഫുൾ അഡ്രസ്, ഫോൺ നമ്പർ, പിൻകോഡ് എല്ലാം അതിൽ വേണം.
ഒരെണ്ണം മിസ്സായാലും നമ്മൾ അങ്ങോട്ട് റിപ്ലൈ ചെയ്ത് ചോദിക്കൂല, ബിക്കോസ് വി ഡോണ്ട് ഹാവ് ടൈം. ഇങ്ങനെ പിൻകോഡ് അയച്ചില്ലല്ല, ഫോൺ നമ്പർ അയച്ചില്ലല്ല എന്ന് അങ്ങോട്ട് ചോദിക്കൂല. പ്രോപ്പറായിട്ട് അയച്ച ആൾക്കാർക്കേ നമ്മൾ ഗിഫ്റ്റ് സെൻഡ് ചെയ്യുള്ളൂ. ബിക്കോസ് ഇതിന്റെ കുറെ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റൂലല്ലോ, വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഇതൊക്കെ ചെയ്യണത്. അതുകൊണ്ട് നിങ്ങൾ അയക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് സ്ക്രീൻഷോട്ടും കറക്റ്റ് നെയിം, ഫുൾ അഡ്രസ്, പിൻകോഡ്, ഫോൺ നമ്പർ എല്ലാം നമുക്ക് അയക്കണം. അല്ലേ പോകും, എന്നാലല്ലേ നമുക്ക് ഗിഫ്റ്റ് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മുത്താണ്. അപ്പോ അങ്ങനെ പറഞ്ഞ പോലെ ചെയ്യും കേട്ടാ ഗൈസ്. അപ്പോൾ സമൂസ ഫില്ലിങ്സ് റെഡിയാണ്, ഷീറ്റും റെഡിയാണ്, ആൻഡ് കുറച്ച് മൈദ കലക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് സെറ്റാക്കാം. സമൂസ ഫിൽ ചെയ്യാൻ വേണ്ടി ഇവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ചൂടത്തവിടെ നിൽക്കണ്ടല്ലോ. അപ്പോൾ സുനും പഠിക്കണ്ട്, ആൻഡ് ഐ തോട്ട് ടോക്ക് ടു ഹർ ആൻഡ് ഡു സംതിങ്. ഇന്നലെ സുനുവിന്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു സ്കൂളിൽ. ഐ മീൻ ഫ്രണ്ട്സ് ആയിട്ടുള്ള ക്ലാസ്സിലുള്ള ഒരു ലാസ്റ്റ് ഡേ ആയിരുന്നു. ആൻഡ് ഫോട്ടോസ് ഒക്കെ എടുത്തു തോന്നാല്. വേർ ഇസ് ദാറ്റ്? നീ സിഗ്നേച്ചർ ഇട്ട് ഐറ്റം ഷോ ദം. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഇല്ലായിരുന്നു. ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ടാറ്റ ബൈ ബൈ പറഞ്ഞൊക്കെ വരും. കോളേജസിലൊക്കെ കുറച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സുനു നല്ല ഫ്രണ്ട്സിന്റെ സിഗ്നേച്ചർ, സൈൻ, പിന്നെ തമ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അത് പക്ഷെ ഇല്ലാന്ന് തോന്നുന്നു, മാം എടുത്തെന്ന് തോന്നുന്നു. ഫുൾ ക്ലാസ്മേറ്റ്സ് ഉണ്ട് അവളുടെ ബാച്ചിന്റെ. ദാറ്റ്സ് കൈൻഡ് ഓഫ് മെമ്മറി യുനോ. എനിക്ക് ഇഷ്ടമായി അങ്ങനെ കണ്ടിട്ട്. ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പാണ്, മനസ്സിലായി. എനിക്ക് ഇങ്ങനെ മെമ്മറീസ് കളക്ട് ചെയ്യാം. എനിക്ക് ഇവർ ചെറുപ്പത്തിൽ തന്നെ ഗ്രീറ്റിംഗ്സ്, റിട്ടൺ ഗ്രീറ്റിംഗ്സ് കാർഡ്സ് എല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സുനുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ അവര് എല്ലാവരും. സുനുടെ തമ്മാണ് ഏറ്റവും ചെറുത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒലിവിയയുടെ ഉണ്ടല്ലേ കുഞ്ഞുണ്ട്. നിഹാല, സുനൈന, ദൃശ്യ, ഒലിവിയ, ആഷ്ലി, ഫ്രണ്ട്സ് ഫോർ എവർ. അപ്പൊ അതൊക്കെയായിരുന്നു ഇന്നലത്തെ പരിപാടി. മറ്റേ കാണിച്ച് 8th B ബാച്ച്. സുനു ബി ആണ് എല്ലാവരുടെ സിഗ്നേച്ചർ. നമ്മൾ ഏപ്രിലൊക്കെ ഈ ഇതില് ബിഫാം ഏപ്രിൽ ഉണ്ടാവുമല്ലോ ഇടാൻ, അതില് കൈയുടെ ഇതൊക്കെ എടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് ഞാൻ നിഹാല പറയണായിരുന്നു, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന യൂണിഫോം ബാക്കി തേച്ച് വീട്ടിൽ പോകുമ്പോ കൊന്നറിയും യൂണിഫോമിലൊക്കെ അങ്ങനെയൊക്കെ ആക്കണം. അത് രസമല്ലേ? ലാസ്റ്റ് ഇയർ നിങ്ങൾക്ക് ആക്കാൻ പറ്റും. ചില ആൾക്കാർ പിന്നെ നെക്സ്റ്റ് ഇയറും അത് തന്നെയല്ലേ യൂസ് ചെയ്യണേ. അപ്പൊ അവർ ചെയ്യൂലല്ലോ. എന്താണ് അവിടെ ഉണ്ടായിരുന്ന ഡ്രസ്. അപ്പൊ സോണു മോളിൽ പോയി വന്ന് വേർതിരിക്കണം. ഡ്രസ് കൊണ്ടുവരാൻ പോയതല്ലേ ടെറസിൽ. ഞാൻ അങ്ങോട്ട് പോവാറേ ഇല്ല. എനിക്ക് പാർവതി നോക്കട്ടെ, എന്റെ 13 ബർത്ത്ഡേ ഉണ്ട്. ഞാനും സുനുവിന്റെ ഒരു ഫയൽ തന്നെ ഉണ്ട്, അവളുടെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു വെച്ചിട്ടുള്ള. നല്ലത് അങ്ങനെ. നമുക്ക് ഇപ്പൊ ഇതൊന്നുമായിട്ട് തോന്നൂല, ബട്ട് ഇൻ ഫ്യൂച്ചർ അതൊക്കെ എടുത്ത് അല്ലേ. പാർവതി തന്നതാ. ഓ ഫുൾ എസ് തന്നെ എഴുതിയിട്ടുണ്ട്. എബു തുടങ്ങി ഗൈസ്. അവിടെ ഈ ജയിലാണ് എബു എപ്പോഴും വീഡിയോ എടുക്കുമ്പോ മനസ്സിലാവും തോന്നും. അപ്പൊ തന്നെ വന്നോണക്കുന്നു. അങ്ങനെ എന്റെ ഉമ്മിരുന്ന് വാലാക്കണ്ട. പക്ഷെ ഇല്ല കേട്ടോ, ഇപ്പൊ അവന് ആ ഒരു വൈബാണ്, ആ ഒരു കളി. കാറിന്റെ ഒക്കെ ഓൺ ആക്ക, ഇരിക്ക, ഡാൻസ് കളിക്ക, ആ ഒരു ടച്ച്. അപ്പൊ സുനുനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല മിഞ്ഞാന്ന് മുതൽ എക്സാം തുടങ്ങിയെന്ന്. പക്ഷെ അത് ഇങ്ങനെ നോർമൽ GK, കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെ ആയിരുന്നു. മെയിൻ എക്സാം മൺഡേ മുതൽ അല്ലേ. SS ആണ് ഫസ്റ്റ്, സോഷ്യൽ സയൻസ് ആണ് ഫസ്റ്റ്. ആൻഡ് യു ഷുഡ് ബി താങ്ക്ഫുൾ. സർ 15 മതി എന്ന് പറഞ്ഞത്. ടോട്ടൽ ചാപ്റ്റേഴ്സ് എത്ര? അല്ല 15 ഉള്ളോ ചാപ്റ്റേഴ്സ്? കുറെ ചാപ്റ്റേഴ്സ് ഇല്ലേ? 15 ഉള്ളൂ. ആണോ? പിന്നെ അന്ന് പറഞ്ഞായിരുന്നു ഷോർട്ടൻ ആക്കി 15 പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. എക്സാമിന്റെ ആയിരിക്കും അങ്ങനെ എന്തോ നീ പറഞ്ഞ പോലെ ഓർമ്മ. അപ്പോ ഫുൾ 15 ചാപ്റ്റേഴ്സ് അല്ലേ? ക്ലാസ് പിക്ക്. എത്ര സ്ട്രെങ്ത് ഉണ്ട് നിന്റെ ക്ലാസ്സിൽ? 40.
സുനി കണ്ട മാമിന്റെ അടുത്ത് അവർക്ക് ഇഷ്ടമാണ് ആ മാം നിമ്മി മിസ് അല്ലേ? ഏത് സബ്ജക്ട്? ഇംഗ്ലീഷോ? ഇംഗ്ലീഷ് ക്ലാസ് ടീച്ചർ. അടുത്തിരിക്കും മാം. ഞാൻ എന്താ പറഞ്ഞപ്പോ എന്തോ പറഞ്ഞില്ല. ടോട്ടൽ സ്ട്രെങ്ത്. അല്ല നമുക്ക് ഞാനിരിക്കുമ്പോ ആനുവൽ എക്സാം തന്നെ ആയിരുന്നു. നമുക്ക് ചില ബാച്ച് സെം ആയിരുന്നു. അതായത് ഇപ്പൊ 15 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് 7 ഒരു സെം ആയിരിക്കും. ഇനി അടുത്ത സെമ്മിന് നിങ്ങൾ ഫസ്റ്റത്തെ പഠിക്കണ്ട, സെക്കൻഡ് സെമ്മിലുള്ള പഠിച്ചാൽ മതി. അങ്ങനെ ആയിരുന്നു കുറച്ച് ഇയേഴ്സ്. ഞങ്ങൾക്കും ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ മുമ്പത്തെ എക്സാം ഒക്കെ ആനുവലില് പണ്ടത്തെ വിടും. ചില ആൾക്കാർക്ക് സെമ്മും ചില ആൾക്കാർക്ക് ആനുവൽ. സുനു പിന്നെ CBSE അല്ലേ? ICSE എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ്. ആൻഡ് ഇറ്റ്സ് ദ ടഫസ്റ്റ് എന്ന് തോന്നുന്നല്ലേ? ടഫാണ് തോന്നുന്നു. ഒരാളിവിടെ എന്തിനാവോ സമോസ ഉണ്ടാക്കണ്ട, സമോസ ഉണ്ടാക്കണ്ട, കാലി വെള്ളമൊക്കെ ഉണ്ടായില്ലേ മകള് കേട്ട്. അത് ഫ്രൈ ചെയ്തിട്ടില്ല കുഞ്ഞെ, ഫ്രൈ ചെയ്തിട്ട് തരാം കേട്ടോ മീ. ഇപ്പൊ വേണ്ട ഫ്രൈ ചെയ്ത് തരാം. നോ ബേബി യു കാൻറ്റ് ഈറ്റ് ദാറ്റ് ലൈക്ക് ദാറ്റ്. എബുക്ക് മമ്മ തന്നായിരുന്നല്ലോ ഉമ്മി, അത് കഴിക്ക് പോയിട്ട് പോ. ഉമ്മ ഇതൊക്കെ ഉണ്ടാക്കട്ടെ. അപ്പോ സുനു ഇരുന്ന് പഠിക്കട്ടെ ഗൈസ്. നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി സൈഗുന്റെ റിക്വസ്റ്റ് അനുസരിച്ച് കായ്പോളൊക്കെ ഉണ്ടാക്കാനുണ്ട്. സുനുവിന് ഇഷ്ടമല്ലേ കായ്പോളം? അപ്പൊ സുനിപ്പോ ഈ ഇടയിട്ട് ഡിന്നറൊന്നും അങ്ങനെ കഴിക്കാറില്ല. ഇഫ്താർ കഴിക്കും, കിടന്നു ഉറങ്ങും, അല്ലെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചിട്ട് സ്ലീപ്പ്. അങ്ങനെയാണ്. സുനോ നിന്റെ ബാഗിലെന്തോ തപ്പുണ്ട് കേട്ടോ. അഡ്മിറ്റ് കാർഡ് എന്തിന്റെ അത്? എക്സാമിന്റെ. അതൊക്കെ കിട്ടിയാ? അപ്പൊ കമ്പ്യൂട്ടറും ജിക്കും വേറെ ക്ലാസ്സിൽ തന്നെയാണോ? മെയിൻ എക്സാം എഴുതുന്ന പോലെ തന്നെയാണോ? അത് അതേപോലെ തന്നെ എക്സാം. 20 എത്ര വരെ ഉണ്ട് എക്സാം? 21st അല്ല, കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലേ? സ്റ്റഡി ലീവ് ഉണ്ട് ഒരു ദിവസം അങ്ങനെ. പക്ഷെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് കൊറേ ഇങ്ങനെ പോകണം. ശരിയാ. ദാറ്റ്സ് നോട്ട് റിയലി നെസസറി അല്ലേ? അങ്ങനെ അത്ര വലിയ ഗ്യാപ്പ് ഒന്നും വലിയ നെസസറി അല്ല. പിന്നെ ഇവർക്ക് നേരത്തെ അടക്കും നേരത്തെ തുടക്കും. May 26 തന്നെ തുടക്കും. നമുക്കൊക്കെ May 29 28 അങ്ങനെയൊക്കെ ആയിരുന്നു. 26 തന്നെ തുടങ്ങും. 28-29. പണ്ടൊക്കെ June 1st 2nd, അതും June 1st സാറ്റർഡേ ആണെങ്കിൽ നമ്മൾ പോവൂല, മൺഡേ പോവുള്ളൂ. June 3rd ഒക്കെ ആവുമ്പോ പോവുള്ളൂ. അതെ. ഒരു ഷീറ്റ് എടുത്തോണ്ട് പോയി കള്ളൻ. മമ്മി ഉണ്ടാക്കുന്നോ? എക്സാം തീരുന്നത് 21st. അപ്പോ ബേബി ഇങ്ങനെ ഈ 11th നമ്മുടെ ആനിവേഴ്സറി അല്ലേ, 7 years ആവും. ബേബി വാസ് ലൈക്ക് എവിടെയെങ്കിലും പോവാം നമുക്ക് എല്ലാവരുമായിട്ട് പ്ലാൻ ചെയ്യണമായിരുന്നു. പക്ഷെ പിള്ളേർക്ക് എക്സാം ഉള്ളതുകൊണ്ട് വി ആർ നോട്ട് ഗോയിങ് എനിവെയർ, ഇവിടെ തന്നെ ആയിരിക്കും. ആന്റിനൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ആന്റിനെ. പപ്പ മമ്മ എന്തായാലും വരാൻ പറ്റില്ല, ഇപ്പോഴത്തെ ബർത്ത്ഡേക്ക് തന്നെ വരാൻ പറ്റില്ല. ബിക്കോസ് മമ്മക്ക് ഭയങ്കര വയ്യായിരുന്നു ഈ പ്രാവശ്യം. ഒരു ചിക്കൻ പോക്സ് പോലത്തെ ഒരു ഷിംഗിൾസ് അങ്ങനെ എന്തോ വന്നിട്ട് ഭയങ്കര പാടായിരുന്നു പാവം. അതുകൊണ്ട് ആ ടൈമിൽ വരാൻ പറ്റാത്ത മമ്മക്ക്. ഷിംഗിൾസ് സംതിങ് ലൈക്ക് ദാറ്റ്. ചിക്കൻ ബോക്സ് വന്നതിന്റെ അംശം ബോഡിയിലുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഇത്ര ഏജിലെ ആൾക്കാർക്ക് ഏജായ ആൾക്കാർക്ക് കൂടുതൽ ചാൻസസ്. അപ്പൊ 40+, 50+ അങ്ങനെന്തോ അങ്ങനെ വേണ്ട സംഭവമാണ്. അതിന്റെ റെസ്റ്റ് ഒക്കെ ആയിട്ട് മമ്മ പിന്നെ ചെയ്യും. അതിൽ നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല. ആൻഡ് ഷീ ഈസ് എ ബിഗ് ഫാൻ ഓഫ് ചിക്കൻ, സുനുവിനെ പോലെ. അത് കഴിക്കാത്ത ഡിപ്രഷൻ ആയിരുന്നു മമ്മക്ക്. ചിക്കൻ കഴിക്കാത്ത മമ്മക്ക് പറ്റൂല. അപ്പോ അങ്ങനെയൊക്കെയാണ് സംഭവം. 21st തീരുവല്ലേ എക്സാം? പിന്നെ വിളിക്കാം. 14th മാത്സ് എക്സാം, അതായത് ഫ്രൈഡേ.
നന്നായിട്ട് പഠിക്കണം. സൈബ് ഇവിടെ ചില്ലായിട്ട് ഇരിപ്പുണ്ട് ഗൈസ്. സോനു ഇല്ലാതെ അവൻ ഇരിക്കൂലല്ലോ. സോനുവിന് പണി കഴിഞ്ഞ് വേണം അവനൊന്ന് പഠിപ്പിക്കാൻ. അപ്പോൾ സമോസ നമ്മള് ചെയ്ത് തീരെ റൈസ് ഒന്ന് പഠിക്കട്ടെ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം കൈപ്പോളം നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ സോനുവിന്റെ തുടച്ചൊക്കെ കഴിയും സെറ്റോ. ടോം പിടിച്ച് തുടക്കാൻ പറ്റൂല ഗൈസ്, ഫുള്ള് ഡീഹൈഡ്രേറ്റ് ആയിട്ട് പോകും നമുക്ക്. ഞാൻ മേളിൽ തുടച്ച് കഴിഞ്ഞ് പറയുന്നടേ സോഫയിലൊട്ട് ഇരിപ്പായിരിക്കും കുറച്ച് നേരത്തേക്ക്. ഏതുമാ അത് വേണ്ട കുഞ്ഞെ. ഓ ഗൈസ്, അപ്പൊ നമുക്ക് പിന്നെ കാണാം. എന്ത് കഴിഞ്ഞു? സമോസ കഴിഞ്ഞു, നമ്മുടെ അടിക്കൽ തുടക്കൽ കഴിഞ്ഞു. സോനുന്റെ ആ കാര്യം കഴിഞ്ഞു. സമോസ കഴിഞ്ഞു, ഷേക്ക് കഴിഞ്ഞു. എന്ത് ഷേക്കാണ് ഇന്ന്? അവക്കാഡോ ഷേക്കാണ്. വെള്ളം ഉണ്ട്. വെള്ളം എന്ത് വെള്ളം? ഇന്ന് ഡിഫറെന്റ് ആയിട്ട് വെള്ളം എന്തെങ്കിലും? ശരിയാ, മെമ്മറി ലോസ് ഗൈസ്. കസ്കസ് ഇടോ? അങ്ങനെ എന്തെങ്കിലും ചെയ്യാം, കുറച്ച് മതി. അപ്പൊ ഞാൻ കായ്പോളത്തിനുള്ള കായ്പോളക്കുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ ഞാൻ ഓൾറെഡി ഇത് കട്ടാക്കി വെച്ചിട്ടുണ്ട്. നേന്ത്രപ്പഴം കുറച്ച് നെയ്യ് ഇട്ടിട്ട് നമുക്കതൊന്ന് സോട്ടാക്കി എടുക്കാം കേട്ടോ. യെസ്, ഇന്ന് ചോറ് കഴിക്കാന്ന് വിചാരിച്ചു. ഇന്നത്തെ ചിക്കൻ കറി ഉണ്ട്, കറി അത് മതി. പിന്നെ ബേബിക്ക് എന്തെങ്കിലും സാലഡ് ഉണ്ടാക്കണം ഹെൽത്തി ആയിട്ട്. ഇവന് ഈറ്റ് സം വെജീസ്. അപ്പോൾ അത് സാലഡ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കഴിയട്ടെ ആദ്യം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ജസ്റ്റ് പൊടിയാത്ത പോലെ, മാഷ് ആവാത്ത പോലെ ഒന്ന് വറുത്തെടുക്കണം. അതേ പാത്രത്തിലോട്ട് നമ്മ നേരത്തെ എടുത്ത് വെച്ചില്ലേ, എന്താ പറയണേ, ഇതെടുത്തു ഗൈസ്. എന്നിട്ട് അതേ പാത്രത്തിലോട്ട് കുറച്ച് പിസ്താഷ്യൂ ആൻഡ് കാഷ്യൂ ഞാൻ ഇട്ട് വറുക്കുന്നുണ്ട്. ആക്ച്വലി ഈ സംഭവം എനിക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇളക്കണ മാത്രം കാണിച്ചോണ്ടിരുന്നാ മതിയോ കുട്ടാ? ആരും ഇല്ലല്ലോ എടുത്തരാ. ഒരാൾ പോയിട്ട് കിടന്ന് ഞാനല്ലേ മുത്തേത് എനിക്ക്. ഇപ്പൊ തുടച്ചൊക്കെ കഴിഞ്ഞ ഒന്നല്ലേ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കാൻ. കുറച്ച് മനസ്സാക്ഷിയൊക്കെയുള്ള കൂട്ടത്തിലാണ് ഞാൻ. മനസ്സാക്ഷി കുത്ത്. മനസ്സാക്ഷി. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം മറ്റു സാലഡ് ഉണ്ടാക്കാൻ. അപ്പൊ ഇത് എല്ലാവർക്കും അറിയാലോ, ഇതിന്റെ റെസിപ്പീസ് ഒക്കെ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും നല്ലത്, ഐ മീൻ ഇത് നല്ലതാണ്, എനിക്കും ഇഷ്ടമാണ്. ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് സ്പെഷ്യൽ ഞാൻ ഇതുവരെ ചെയ്യാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ റംസാനിലൊക്കെ ചെയ്യണതാണ് നമ്മൾ. അപ്പൊ സൈബ് പറഞ്ഞുകൊണ്ടിട്ട് ചെയ്യണം ആഗ്രഹം. നോട്ട് ചെയ്തു. ഞാൻ ഇന്ന് സോണിന്റെ അടുത്ത് ചോദിക്കണായിരുന്നു, അവൻ എങ്ങനെ അറിഞ്ഞ് കായ്പോള കാര്യമൊക്കെ ഉണ്ടാക്കണം. അപ്പൊ സോന പറയണം, അവൻ ഡെയിലി ചിന്തിച്ച് കിടക്കണായിരിക്കും, നാളെ മഷുമിന്റെ അടുത്ത് എന്ത് പറയണം ഉണ്ടാക്കുക. മഷുമിയാണ് അവന് നോമ്പിന്റെ സ്പെഷ്യലിസ്റ്റ് ഷെഫ്. അതെല്ലാം നോക്കി വെക്കും മഷുമിനോട് പറയാൻ വേണ്ടി. നോ പറയാനില്ല. ഇപ്പൊ അവൻ തടി വെക്കണോണ്ട് നമ്മ മാക്സിമം വേണ്ടെന്നൊക്കെ വിചാരിക്കണം. പക്ഷെ ചോദിക്കുമ്പോ കൊടുക്കാതിരിക്കാൻ പറ്റൂല. എനിക്കെന്നെ കപം കെട്ടണം. ചെറുപ്പത്തിലെ ചബ്ബിയായിരിക്കും, വലുതാകുമ്പോ അവർക്കൊരു മനസ്സിന് ഒരു വരും. ഇത് ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ കുറച്ച് ഡേറ്റ്സ് ഇടോട്ടെ. ഡേറ്റ്സ് ഇടുമ്പോ നല്ല ഒരു ടേസ്റ്റ് അല്ലേ. എന്നിട്ട് നമുക്ക് എഗ്ഗൊക്കെ എടുക്കണം. എന്നിട്ട് അതിൽ അസംബിൾ ചെയ്യാനാണ് പാനിൽ. ഞാൻ ചെറിയ പാനാണ് എടുക്കണം. അപ്പോ ഡേറ്റ്സ് എടുത്തിട്ട് വരാം. ഓക്കെ, ഒരാളവിടെ ഓടിയടപ്പുണ്ട്. ഓടിയെടുക്കട്ടെ. ഡേറ്റ്സ് എടുത്തോളൂ. ഞാൻ ക്യാഷ് കൊടുക്കാറുണ്ടല്ലോ, യൂഷ്വലി നോർമൽ ക്യാഷ് ആണല്ലോ കൊടുക്കണേ. ഞാൻ ഫ്രൈഡ് ആക്കിയത് ഹാഫ് കൊടുത്ത് കളർ ചേഞ്ച് കണ്ടിട്ട് നോക്കണം, ഇത് ഞാൻ കഴിക്കുന്ന സാധനം തന്നെ ആണോ. ഇനി നമുക്ക് എഗ് എടുക്കാം. എത്ര എടുക്കാം? ഒരു 5 എണ്ണം, 4 എണ്ണം, 3 എണ്ണം, 2 എണ്ണം. ഒന്നുമില്ല. ഞാനൊരു 4 ആയിട്ട് എടുക്കട്ടെ. 5 എടുത്തോ? ഇതിനെ ശിക്ഷിക്കണം. അബദ്ധം ബ്രോ. അത് മര്യാദക്ക് സ്പൂൺ വെച്ച് അടിച്ചാൽ മതിയായിരുന്നു.
ഞാൻ യൂഷ്വലി ഇങ്ങനെ അടിക്കണം, സ്പൂൺ വെച്ചിട്ടല്ല. ഇപ്പൊ 4 5. ഓക്കെ, 5 എണ്ണം. ഇനി ഇതിലോട്ട് കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് എന്തിട്ട് കൊടുക്കാം, എന്തിട്ട് കൊടുക്കുക, അവിടെ തന്നെ വെച്ചോണ്ടിരുന്ന അത് തന്നെ കണ്ടുകൊണ്ടിരിക്കും. ജാഗ്രത സാറുകളാണ്. ഷുഗർ ഇട്ട് കൊടുക്കുക. ഷുഗർ ഇട്ടിട്ട് 3, 4, 5, 6, 7, 8. മതി. ഇനി ഞാൻ ഇതെല്ലാം വന്നിട്ടുണ്ട് കഷണ്ടിക്ക്. വേണോ ബേബിക്ക്? വേണോ? കറുത്തത് വേണ്ട, വെളുത്തത് ഉറങ്ങണോ? അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് അടിച്ചിട്ട് ഇത് ക്ലീൻ ആക്കിയിട്ട് വരാം. അതുപോലെ നീ അവിടെ ഇരിക്കും. ഗൈസ്, ഞാനങ്ങനെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. പഴം നമ്മൾ ഒന്ന് സോട്ടാക്കി എടുത്ത നെയ്യിൽ, പിന്നെ ഡ്രൈ ഫ്രൂട്ട്, ഡ്രൈ നട്ട്സ്, പിന്നെ നമ്മളിപ്പോൾ മിക്സ്ചർ ചെയ്തത്. അപ്പോൾ ഞാൻ പാൻ ഒന്ന് ചൂടാക്കിയിട്ട് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഇപ്പോഴാണ് ഓണാക്കിയ. നെയ്യ് ആദ്യം തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓക്കെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് വേണം ഞാൻ ഒഴിക്കാനായിട്ട്. ജസ്റ്റ് മിക്സ് ആക്കട്ടെ. എല്ലാം അടിഞ്ഞിട്ടുണ്ട്. യെസ്, ഓക്കെ. ഇത് 2 കായ്പോളമായിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. നമ്മൾ ചെറിയ പാൻ ആയതുകൊണ്ടിട്ട് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരു പോർഷൻ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ പഴം നേരത്തെ ഇതാക്കിയിട്ടില്ലേ, അതൊന്ന് എല്ലായിടത്ത് ആവണ പോലെ ഇട്ട് കൊടുക്കും. രണ്ട് സെറ്റാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈക്വൽ പോർഷൻ നിങ്ങൾക്ക് എടുത്ത് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഒന്നായിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, നോ പ്രോബ്ലം. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഈ ക്യാമറ ഒന്ന് സെറ്റാക്കട്ടെ. എനിക്കൊരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഇടാൻ പറ്റൂല വേണ്ട സ്ഥലത്തൊക്കെ. അപ്പോൾ ഞാൻ ക്യാമറ അങ്ങനെ സെറ്റാക്കി, അപ്പോൾ അത് കാണാൻ പറ്റുമല്ലോ. ചില ആൾക്കാർ ഇതൊക്കെ എല്ലാം ഒന്നിച്ചിങ്ങനെ മിക്സ് ചെയ്തിട്ടും ചെയ്യാറുണ്ട്. എല്ലാം ഒന്നിച്ച് മിക്സ് ആക്കിയിട്ട് ഇത് ജസ്റ്റ് പോർ. അപ്പോൾ എനിക്കങ്ങനെ ഇഷ്ടമല്ല, ഞാനിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. ഞാൻ എബ്ബു കരയാനുണ്ടായിരുന്നല്ലോ നേരത്തെ, അവനെ ഉറക്കം വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, സ്ലെപ്റ്റ്. അവനെ ഉറക്കി ഞാനിപ്പോൾ വന്നിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുനുനെ ട്യൂഷൻ ആക്കാൻ പോയി. സുനു വരുമ്പോൾ എന്തായാലും ഒരു 5 ഒക്കെ കഴിയുമെന്ന് തോന്നുന്നു. ഇനി നേരത്തെ നമ്മളെടുത്ത് നട്ട്സും കൂടെ അതിലോട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ചില ആൾക്കാർ ഡേറ്റ്സ് ഇടാറില്ല കേട്ടോ, പക്ഷെ ഡേറ്റ്സ് നിങ്ങൾ ഇട്ട് നോക്കും, നല്ല ടേസ്റ്റാണ്. ഓക്കെ, ഒരു കായ്പോളം സെറ്റായിട്ടുണ്ട്. ഷോയു. യെസ്, മാഷാല്ലാ. ഇനി ഇത് നല്ലോണം ഒന്ന് വേവട്ടെ, ഒരു 10 മിനിറ്റ്സ് വെന്തിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ പരിവ്. അപ്പോൾ നമ്മുടെ 2 സെറ്റ് കായ്പോള റെഡിയാണ്. അപ്പോൾ ഒന്നും ചെറുത്, ഇനി ഒരെണ്ണം അത്യാവശ്യം വലുത്. അപ്പോൾ കായ്പോള റെഡി, പിന്നെ സമോസ റെഡി, പിന്നെ കുറച്ച് ഫ്രോസ്റ്റ് ചെയ്ത് വെച്ച കട്ട്ലറ്റ് ഉണ്ട്, ബീഫിൻ്റെ ഉണ്ട്, അത് പൊരിക്കുക. അപ്പോൾ കടികൾ അതൊക്കെ മതി. ഇനി ബേബി എണിച്ചിട്ട് വേണം ആ ടെൻഡർ കോക്കനട്ട് ഒന്ന് പൊട്ടിച്ച് തരാൻ, അതിൻ്റെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ. പിന്നെ ഷേക്ക് സോൺ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബേബിക്ക് ഇനി ഒരു സാലഡ് ഉണ്ടാക്കാനുണ്ട്. ബട്ട് ഐ ആം വെരി ടയർഡ് നൗ. എനിക്ക് നിൽക്കാൻ പോലും പറ്റാനുള്ള അത്രക്ക് ടയർഡ് ആവുന്നുണ്ടായിരുന്നു. വൈ ഭയങ്കര ഡിസീനെസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഐ സിറ്റ് ഫോർ എ വൈൽ. പക്ഷേ ഞാൻ എൻ്റെ ഇരിക്കും, എന്നിട്ട് സാലഡ് എന്നാ വെച്ചാൽ ഉണ്ടാക്കാം. സുനു ട്യൂഷൻ പോയാലേ, എബു ഇറങ്ങി, സൈഗു ഈസ് ഹാവിങ് ഫുഡ്. ബേബി ഉറക്കമാണ്, ബിക്കോസ് ഹി ഡിഡ്ന്റ് സ്ലീപ്പ് അത്താഴത്തിന് വെച്ചിട്ട്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ചൂടൊക്കെ ഒന്ന് മാറി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇനി വരാം. ഓക്കെ, കിച്ചണിൽ നിന്ന് വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ സൈഗു എൻ്റെ മുമ്പിലിരുന്ന് ചിക്കൻ കറി, ചോറ്, കബാബൊക്കെ കഴിച്ചോണ്ടിരിക്കുക ഗൈസ്. സൈഗിന് വിശപ്പായല്ലേ?
സൈഗ ഉച്ചക്ക് കഴിച്ചില്ലേ, ഇപ്പൊ ഇവനിങ് ആയി. ഇപ്പോഴാണ് സൈഗിനൊരു വിശപ്പ് വന്നപ്പോ ഫുഡ് ചോദിച്ചത് വന്നിട്ടല്ലേ സൈഗു. സൈഗു കായ്പോളം ഉണ്ടാക്കില്ല സൈഗു, സമയം കണ്ടില്ലേ? എപ്പോ വന്ന് നീ കിച്ചണിലപ്പോ? നേരത്തെ വന്നപ്പോ കണ്ട? എത്ര പീസ് കഴിക്കൂ നീ? പറയാൻ പറ്റില്ല അല്ലേ? പക്ഷെ എത്ര ഞാൻ കൊറേ ഉണ്ടാക്കിയിട്ടുണ്ട്, നിനക്ക് വേണ്ടത്ര നീ കഴിച്ചോ. ഓക്കെ, അപ്പോ ഫുഡൊക്കെ താഴെ ഇടരുത് കഴിക്കുമ്പോ, എല്ലാം നീറ്റായിട്ട് വേണം കഴിക്കാൻ. ഇന്ന് കൊറേ TV ഒക്കെ കണ്ടല്ലോ, ഇനി ഫുഡൊക്കെ കഴിച്ചിരുന്ന് പഠിക്കണം കേട്ടോ. അതിഥി ട്യൂഷൻ പോയില്ലേ, നീ അങ്ങനെ ഇരുന്ന് പഠിക്കണം. നല്ലോണം പഠിക്കണം, എക്സാം ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ മഷ്റൂം ഇരുന്ന് എഡിറ്റ് ആക്കട്ടെ, നീ കഴിച്ചോട്ടാ. ഗൈസ്, ഞാനൊരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ആക്കി. ഒട്ടും മറ്റുള്ള ഇന്ന് ഇറ്റ് ഈസ് ദ ടഫസ്റ്റ്. എനിക്ക് ഈ 7 ഡേയ്സിൽ എനിക്ക് ഇതുവരെ ഇങ്ങനെ ആയിട്ടില്ലേ. 7 ഡേയ്സിൽ അത്രയൊക്കെ തളർന്ന് ഒടിഞ്ഞെന്ന് പറയൂല, അങ്ങനെ ആവണ്ട എനിക്ക്. ഐ ഫീൽ സോ ഡിസി. എനിക്ക് ഭയങ്കര ഇങ്ങനെ തളർന്നു പോകുന്നുണ്ട്. അപ്പോ ബേബി എന്താണ് എനിക്ക് അറിഞ്ഞൂടെ എന്താ പറയണ്ടേ. ബേബി കരിക്കൊക്കെ പൊട്ടിച്ച് തന്നുണ്ട്. ഇപ്പൊ കുടിക്കാനല്ല കേട്ടോ, പിന്നെ കുടിക്കാൻ വേണ്ടി. അതൊക്കെ പൊട്ടിച്ച് എന്നിട്ട് നമുക്ക് അതിന്റെ ഉള്ളിലത്തെ ഐറ്റം ഒക്കെ ഇട്ടിട്ട് കസ്കസൊക്കെ ഇട്ടിട്ട് ഒരു വെള്ളം ഉണ്ടാക്കാം. ഓക്കെ, യെസ്. അപ്പൊ ബേബി ബാക്ക് സൈഡ് വന്നിട്ട് കട്ടിങ്സ് ഒക്കെ വരാൻ അയ്യോ അതന്നെ. എനിക്കാണ് വയ്യാത്ത. ബൈക്കില് പോണ ആൾക്കാർ അങ്ങനെയാണല്ലോ പോണത് ഇപ്പൊ. ബേബി നിങ്ങൾക്ക് വയ്യ. അയ്യോ, ഇങ്ങനെ അതൊക്കെ സെറ്റാക്കി കൊണ്ടുപോട്ടെ ബേബി. ഞാൻ പോട്ടെ, വയ്യ എനിക്ക് ക്യാബിൽ പിടിച്ചോണ്ടിരിക്കാൻ. ഓക്കെ ആയാ? പുളിക്ക് ബേബി പുളിക്ക്. 1 2 3 ആവശ്യമില്ല, കൈ വെച്ച് ഇങ്ങനെ വെച്ച് പൊളിച്ച് പോരും. I think it's hard, right? അത്ര സോഫ്റ്റ് വേണം. ഗൈസ്, അപ്പോ കരിക്ക് വെച്ചിട്ടുള്ള ഡ്രിങ്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഗ്ലാസ് എന്റെയാണ്, ബാക്കിയല്ലേ ഇവർക്കാണ് ഗൈസ്. എനിക്ക് വയ്യാത്തതുകൊണ്ട് ആ ഗ്ലാസ്, പക്ഷെ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോ. അപ്പോ സോനു അവിടെ സോസേജിനെ മുക്കി കുളിപ്പിച്ചോണ്ടിരിക്കുക. It looks yum by the way. സമോസ പൊരിച്ചു വെച്ചിട്ടുണ്ട്. കടികൾ തിന്നണ്ടെന്ന് ഇന്നലെ ഞാൻ വിചാരിച്ചായിരുന്നു, പക്ഷെ എനിക്ക് വയ്യ, ഞാൻ കഴിക്കും. ഓക്കെ, ഇനി ഇടണ്ട, അത് തന്നെ മതി. മറ്റേ ചെറിയ ബൗളിലിട്ടാവും. ഇത് കട്ട്ലേറ്റ് സെറ്റാണ്, കായ്ക്കുള്ള സെറ്റാണ്, എല്ലാം സെറ്റാണ്. സോനു എല്ലാം സെറ്റല്ലേ? എന്നാ വാ, കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് നമുക്ക്. ഹാളിലോട്ട് വാ. ഓക്കെ ഗൈസ്, അങ്ങനെ അൽഹംദുലില്ലാ നമ്മളെ ഇന്നത്തെ നോമ്പുതുറക്കുള്ള എല്ലാ പരിപാടി കഴിഞ്ഞു എത്തിച്ചു എങ്ങനെയെങ്കിലും. ഞാൻ പറഞ്ഞില്ല അത്രക്ക് ആയിരിക്കണം ഗൈസ്. അപ്പൊ ഭയങ്കര തളർച്ചയാണ്. വിശപ്പൊന്നുമില്ല, വിശപ്പില്ലതാന്നില്ല, തളർന്നു പോണി. ഇങ്ങനെ നമ്മ എയറിലായിരിക്കൂലേ, അങ്ങനത്തെ ഒരു ഫീൽ. ഇറ്റ്സ് ഓക്കെ. ഇനി ഒരു 1/4 മണിക്കൂറുള്ളൂ ഇൻഷാല്ലാ. അതും എത്തിക്കാൻ ഞാൻ ബേബിന്റെ അടുത്തൊക്കെ പറയണായിരുന്നു, ബേബി അടുത്ത് സോണിന്റെ അടുത്ത് എനിക്കൊന്ന് ദുആ ചെയ്യുന്നത്തെ നോമ്പ് കോമഡി അടിക്കാൻ പറ്റിയ ടൈം ഗൈസ്. ബട്ട് സ്റ്റിൽ നമ്മളൊരു കാര്യം ചെയ്യണോന്ന് വിചാരിച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യണോന്ന് വിചാരിച്ചാൽ നമ്മൾ ചെയ്തിരിക്കും. ദാറ്റ്സ് വി ആർ, അല്ലെ സോനു? വുമൻസ് ആർ സ്ട്രോങ് അല്ലെ? നമ്മൾ ചെയ്യണോന്ന് വെച്ചാൽ ചെയ്തിരിക്കും. ആൻഡ് ബൈ ദ വേ ടുഡേസ് വുമൻസ് ഡേ. നമ്മുടെ ബേബി ഫാമിലിയിലാണെങ്കിൽ പോലും നമ്മൾ വുമൻസ് ആണ് ഇവിടുത്തെ സ്ട്രോങ്. നമ്മ 3 പേരുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ ഗൈസ്. നമ്മുടെ വ്യൂവേഴ്സിനും എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. ഒരുപാട് പേര് ഈ റമദാൻ മാസത്തില് ഇപ്പൊ ഞങ്ങളെ പോലുള്ള വീട്ടിലുള്ള മക്കൾക്ക് വേണ്ടിയും ഭർത്താക്കന്മാർക്ക് ബ്രദേഴ്സിന് വേണ്ടിയും ഉപ്പുപ്പമാർക്ക് വേണ്ടിയും ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര്
കിച്ചണിൽ നിന്നിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അവര് നോമ്പ് പിടിച്ച് ഭയങ്കര എത്രത്തോളം ടയർഡാണെങ്കിൽ പോലും അവരുടെ എന്താ പറയാ ശാരീരികപരമായ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അതൊന്നും നമ്മൾ അറിയിപ്പിക്കണം. നമുക്ക് കറക്റ്റ് ടൈമിൽ ഫുഡൊക്കെ വെച്ച് തന്ന് നോമ്പ് പറഞ്ഞ ടൈമിൽ ടേബിളെല്ലാം റെഡിയാക്കി വെക്കും. പിന്നെ എന്നെ പോലുള്ള കുറച്ച് നല്ലവരായിട്ടുള്ളവരൊക്കെ ചെറുതായിട്ടൊക്കെ പോയി ഹെൽപ്പൊക്കെ ചെയ്യും. എന്നാൽ പോലും മൂമെന്റ്സ് ആണ് പവർഫുൾ ആയിട്ടുള്ളവര് എല്ലാവർക്കും എന്റെയും എന്റെ ഫാമിലിയുടെ വക ഹാപ്പി വുമൻസ് ഡേ. ഹാപ്പി വുമൻസ് ഡേ. യു ആർ റിയലി സ്ട്രോങ് ആക്ച്വലി. നമ്മള് ഫാമിലി നോക്കി, പിന്നെ ചില ആൾക്കാർ വർക്ക് പോയി വരുന്ന ആൾക്കാരുണ്ട്, പോയി വന്നിട്ട് ഞാനും സോനും അതിനെപ്പറ്റി എപ്പോഴും കിച്ചണിൽ സംസാരിക്കും. ഫോർ എക്സാമ്പിൾ ടീച്ചേഴ്സ് രാവിലെ എണീച്ച് ഇതിൽ പ്രിപ്പയർ ഓൾ ദ ഫുഡ്സ്, പിന്നെ സ്കൂളിൽ പോവും, റിട്ടേൺ വരും, വന്ന വഴിക്ക് കറിക്ക് മേടിച്ചോട്ട് പോവും. നമ്മളങ്ങനെ കാണാറുണ്ടല്ലേ. ആൻഡ് ഇത് പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയാനല്ല. ആൻഡ് ആ മദേഴ്സ്, ഓ മൈ ഗോഡ്, അവരാണ് കിച്ചണിൽ നിൽക്കുമ്പോൾ ഓർമ്മ വന്നത്. ബിക്കോസ് നമ്മുടെ ലൈഫ് ടൈമില് അവരാണ് നമുക്ക് ഏറ്റവും ഒരു ഫ്രീ ആയിട്ടാ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാതെ. മദേഴ്സ് യൂസ് ടു ഡു എവറിത്തിങ് റൈറ്റ്. അത് നമ്മൾ മദറാകുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ ഒരു പ്ലേസ്. മോം ഐ ലവ് യു. ഈ ഒരു വീഡിയോയിലൂടെ മമ്മ എന്തായാലും വീഡിയോ കാണും. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ഹാപ്പി വുമൻസ് ഡേ ടു ഓൾ. ബി സ്ട്രോങ്. എപ്പോഴും എല്ലാ സിറ്റുവേഷനിലും ബി സ്ട്രോങ്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് ഇനി നോമ്പ് തുറക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാം അല്ലേ? ഓക്കേ, കം ഓൺ. ഇതെന്താ മാങ്ങ കളിച്ചിട്ടേക്കണം. അത് എടുക്കാനുള്ള ഒരു സുഖമില്ലല്ലോ. ഏഴാമത്തെ നോമ്പ് കംപ്ലീറ്റ് ചെയ്തു. ഓർത്തില്ലേ? എന്താ സൈഗിന് ഓറഞ്ച് കൊടുക്ക്. ആദ്യമേ സിട്രസ്. ഞാൻ എൻ്റെ ഒരു അവസ്ഥ കാണിച്ചു തരാം. എനിക്ക് ഈന്തപ്പഴം കഴിക്കുമ്പോഴൊക്കെ അമ്പൂന് ഓർമ്മ വരും. ഫ്രൂട്ട്സ് ഇടയില് നല്ല ഈന്തപ്പഴം. പക്ഷെ ഇന്ന് ഫുള്ള് തീർന്നിരിക്കണ്. നിനക്കുള്ളത് സുനി എന്റെ ചോദിക്കോട്ടെ. അങ്ങനല്ല, അങ്ങനല്ല, എനിക്കൊരു മജതല്ലേ. ആ, ഇത് എന്റെ സ്പെഷ്യൽ ഡ്രിങ്ക്. മധുരം പോലും ഇല്ലാത്ത. എനിക്കും നിങ്ങൾക്ക് മധുരം ഇല്ല, അവർക്ക് മധുരം ഇട്ട് ഗ്ലൂക്കോസും ഇട്ട്. അടിപൊളി. കറി കഴിഞ്ഞ വർഷം കുടിച്ചതും ഈ വർഷം കുടിച്ചതായിട്ട് ഓർമ്മ തന്നെ. അന്ന് മധുരൂട്ട് കുടിച്ച് മധുരമില്ലാട്ട് കുടിച്ചു. നാളെ വെക്കട്ടെ സോനു. തോന്നുന്നുണ്ടോ? കുമ്മട്ടി വെച്ചില്ല. കുമ്മട്ടി റാണി ക്ഷമിക്കൂ, നാളെ നമുക്ക് എടുക്കാം. സ്ലോലി ജൈഗു കായ്പോല ഉണ്ടാക്കിയിട്ടുണ്ട്. ജൈഗു കഴിച്ചോന്ന് വരുമ്പോ ഒരാളെ ഇവിടെ ഒന്ന് നോക്കുന്നു. അപ്പൊ ഞാന് സമോസ പൊള്ളിയും. ഇന്നാളെ നമ്മ ഉണ്ടാക്കില്ലല്ലോ. ആസ്വദിച്ച് കഴിക്കട്ടെ ഗൈസ്. എന്താണ്? ഹലോ സർ. ആ, കഴിക്കും. സമോസ പൊള്ളിയായിട്ടുണ്ട് കേട്ടോ, ക്രിസ്പി ആയിട്ട്. ഇല്ല ഡാഡി എനിക്ക് ഓക്കെ ഗൈസ്, നമ്മളെല്ലാരും ഒന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ കേട്ടോ. നിങ്ങളും നോമ്പ് തുറക്ക് ഗൈസ്. അൽഹംദുലില്ലാ. അപ്പൊ കുറച്ച് ഫുഡൊക്കെ വൈകിട്ട് ചെന്നപ്പോ കുറച്ച് ആശ്വാസമായി. നല്ല നോമ്പുതുറയായിരുന്നു ഇന്ന്. വീട്ടിൽ തന്നെ കടികളൊക്കെ ഉണ്ടാക്കിയല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്നലെ വലിയ ആളെ പോലെയൊക്കെ ഭയങ്കര ഡിസൈഡ് ആക്കിയതാ. ഒരു
പിമ്പിളൊക്കെ വന്നപ്പോൾ ഇതിന് കടികൾ കഴിക്കരുത് എണ്ണ കേറ്റിട്ട് അങ്ങനെ ഇങ്ങനെ. പക്ഷേ സമോസവും കട്ട്ലറ്റൊക്കെ കണ്ടിട്ടില്ലേ കിളി ഗൈസ്. സമോസ ഒരു രക്ഷ ഒന്നായിരുന്നില്ല. ഹൗസ് ഇറ്റ് സുനു? സുനും ഞാൻ കോമ്പറ്റീഷൻ ആയിരുന്നു. 3 കഴിച്ചില്ലേ? ഞാനൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. കട്ട്ലേറ്റും കൊള്ളാം. രണ്ടും അടിപൊളിയായിരുന്നു. കായ്പോളം നമ്മൾ അങ്ങനെ കഴിച്ചില്ല, ഓരോ പീസ് കഴിച്ചോളൂ. ബിക്കോസ് സ്വീറ്റ് റൈറ്റ്, അപ്പൊ അങ്ങനെ കഴിക്കാൻ പറ്റില്ല. സോസേജ് മോൻ എണീറ്റ്. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ അല്ല, ടുഡേസ് വുമൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് വുമൻസിനെ പറ്റി എന്താ പറയാനുള്ളത്? നല്ല കാര്യങ്ങൾ, ലൈക്ക് വാട്ട് ഈസ് വുമൻ അക്കോർഡിംഗ് ടു യു, അത് കമന്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇൻഷാല്ലാ നമുക്ക് എല്ലാവർക്കും ഇനി നാളെ കാണാം. ഹാപ്പി ആയിട്ടിരിക്കും. ബൈ ബൈ Bye guys.